ഹേ സിനിഫൈൽസ്, ഇതൊരു മൂവി അപ്ഡേഷൻ ഷോട്ടാണ്. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്നേ ദിവസം റിലീസ് ചെയ്യുന്നതായിരിക്കും. മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ LJP ചെയ്യുന്ന അടുത്ത ചിത്രമാണ് ദിൽകശി. സിനിമ ഉടനെ തന്നെ തിയേറ്ററിൽ എത്തുന്നതായിരിക്കും. ആമസോൺ പ്രൈമാണ് സിനിമയുടെ റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത്. AR റഹ്മാനാണ് സിനിമയുടെ മ്യൂസിക്കിൽ ചെയ്തിരിക്കുന്നത്. അടുത്ത ഒരു മണിരത്നം ചിത്രത്തിനെ പറ്റിയാണ്. സിനിമ AR റഹ്മാനാണ് മ്യൂസിക്കിൽ ചെയ്യുന്നത്. നമ്മുടെ വിജയ് സേതും സായി പല്ലവിയാണ് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് എത്തുന്നത്. മമ്മൂക്ക ഖാലിദ് റഹ്മാൻ ചിത്രത്തിൻ്റെ പേര് വന്നിരിക്കുന്നതാണ് മട്ടാഞ്ചേരി മാഫി എന്നാണ്. മമ്മൂക്കയെ കൂടാതെ ആസിഫ് അലിയും നസ്ലിനും ഉണ്ട്. പ്ലാൻ ബി മോഷനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആട് 3 അങ്ങനെ 100 കോടിയാത്തതിന് അധികം നാളുകളൊന്നും വേണ്ട. നമ്മുടെ ജയസൂര്യ അടച്ച ചിത്രങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്ത് തുടങ്ങി. ഇന്ന് നമ്മുടെ ജിതിൻ K. ജോസ്, അതായത് കളങ്കാവലിൻ്റെ ഡയറക്ടറിൻ്റെ ഒപ്പമാണ് ജയസൂര്യ ഇനിയുള്ള സിനിമകളൊക്കെ ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ തമ്മർ ഇൻ ബദലേഹ എന്ന സിനിമയുടെ ഒരു ഡിലീറ്റഡ് സീൻ കുറേ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ വന്നിരിക്കുകയാണ്. യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ മോളിവുഡ് ടൈംസിൻ്റെ ഈ കാണുന്ന ഒരു പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. LJPയുടെ പണ്ടത്തെ ഒരു സിനിമയാണ് നായകൻ. സിനിമ അങ്ങനെ റിലീസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇന്ദ്രജിത്താണ് സിനിമയുടെ നായകൻ. അപ്പോൾ ഈ അടുത്ത് തന്നെ 4K റിലീസ് ചെയ്യുന്നതായിരിക്കും. പ്രിയദർശൻ്റെ 100ാമത്തെ ചിത്രം നമ്മുടെ ലാലേട്ടൻ്റെ ഒപ്പമാണ്. സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ ആശീർവാദമാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയതും മറ്റ് അപ്ഡേറ്റ്സ് എൻ്റെ ചാനൽ ഇട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.